ഹായ് എവരിവൺ, all of you വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡിൽ ജോലി. കേരള സർക്കാർ കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ടുള്ളത് സുവർണാവസരമാണ്. താല്പര്യം യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. കേരളത്തിൽ KSDPL കമ്പനിയിൽ ട്രെയിനി ആവാം. കേരള സർക്കാർ കമ്പനിയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് ഇപ്പോൾ ട്രെയിനി തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ട്രെയിനി തസ്തികയിൽ മൊത്തം 31 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ തുടക്കക്കാർക്ക് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് ഓൺലൈനായി 2025 ഫെബ്രുവരി 12 മുതൽ 2025 ഫെബ്രുവരി 21 വരെ അപേക്ഷിക്കാം. KSDP റിക്രൂട്ട്മെൻറ്റ് 2025 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. സ്ഥാപനത്തിൻ്റെ പേര് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ്. ജോലിയുടെ സ്വഭാവം സ്റ്റേറ്റ് ഗവൺമെൻറ് ജോബാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് ട്രെയിനി. ഒഴിവുകളുടെ എണ്ണം 31. ജോലി സ്ഥലം ആൾ ഓവർ കേരള. ജോലിയുടെ ശമ്പളം 10,000 മുതൽ 20,000 പെർ മന്ത്. അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ മോഡിലാണ്. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2025 ഫെബ്രുവരി 12 മുതലാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 21 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റാണ് പറയുന്നത്. പ്രായപരിധി തസ്തികയുടെ പേര് ട്രെയിനി. 18 to 36 വയസ്സാണ് പറയുന്നത്. 18നും 36നും ഇടയിലുള്ളവർക്കും അതേ ഏജ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യതയാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ MTech BTech. ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്. അംഗീകൃത സർവകലാശാല സ്ഥാപനത്തിൽ നിന്ന് MTech BTech. നെക്സ്റ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ MTech അല്ലെങ്കിൽ BTech. നെക്സ്റ്റ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ MTech അല്ലെങ്കിൽ BTech. കമ്പ്യൂട്ടർ സയൻസ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ കമ്പ്യൂട്ടർ സയൻസിൽ MTech അല്ലെങ്കിൽ BTech. MSc മൈക്രോബയോളജി. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ മൈക്രോബയോളജിയിൽ MSc. നെക്സ്റ്റ് MPharm BPharm. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ MPharm അല്ലെങ്കിൽ BPharm. MBA ഫിനാൻസ്. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ധനകാര്യത്തിൽ MBA. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ. നെക്സ്റ്റ് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ. ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ ഫയർ ആൻഡ് സേഫ്റ്റിയിൽ ഡിപ്ലോമ. പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ ഡിപ്ലോമ. അംഗീകൃത സർവകലാശാലയിൽ നിന്നോ സ്ഥാപനത്തിൽ നിന്നോ പ്ലാസ്റ്റിക് ടെക്നോളജിയിൽ ഡിപ്ലോമ. നെക്സ്റ്റ് AC മെക്കാനിക്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള AC മെക്കാനിക് ട്രേഡിലുള്ള ITA സർട്ടിഫിക്കറ്റ്. ബോയിലർ ഓപ്പറേറ്റർ. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബോയിലർ അറ്റൻഡൻറ്റ് പരീക്ഷയിൽ B ക്ലാസ് ITI വിജയം. നെക്സ്റ്റ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. താല്പര്യവും യോഗ്യതയുമുള്ള ഉദ്യോഗാർത്ഥികൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.